ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്തോ എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ പ്രാർത്ഥന ഒരക്ഷരം പോലും മിണ്ടാതെ ആ സ്ത്രീ പറയുന്നതനുസരിച്ച് മിണ്ടാതെ കേട്ടു നിന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ സ്ത്രീ പ്രാർത്ഥനയും കൂട്ടി ആ ഓട്ടോയിലേക്ക് കയറി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞതും അയാൾ അങ്ങോട്ടേക്ക് വണ്ടി വിട്ടു. റെയിൽവേ സ്റ്റേഷൻ എത്തിയതും പ്രാർത്ഥനയും കൂട്ടി ആ സ്ത്രീ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റും എടുത്ത് തൊട്ടടുത്ത് വന്ന ട്രെയിനിൽ പ്രാർത്ഥനയെ കയറ്റി. പ്രാർത്ഥനയ്ക്ക് ആ സ്ത്രീ ചെയ്യുന്നതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലായില്ല. ആ ട്രെയിൻ എറണാകുളത്തേക്കുള്ള ട്രെയിനായിരുന്നു. അവസാനമായി ആ സ്ത്രീ അവളോടായി പറഞ്ഞു, എന്നോട് നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. നീ എറണാകുളത്തെത്തുമ്പോൾ അങ്ങോട്ട് ഞാൻ വല്യച്ഛനെ പറഞ്ഞു വിടും. നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും വല്യച്ഛൻ. സൂക്ഷിച്ചു പോകണം. ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ട് വന്നിട്ട്. ഇത്രയും പറഞ്ഞ് ആ സ്ത്രീ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ പിടിച്ച് തിരികെ ഹോസ്പിറ്റലിലേക്ക് പോയി. തന്റെ മുന്നിൽ നടക്കുന്നതിനെ കുറിച്ച് പ്രാർത്ഥനയ്ക്ക് ഒരു ഏകദേശ ധാരണ കിട്ടി. പക്ഷേ ഇതിന്റെ അവസാനം എന്തെന്നറിയാൻ വേണ്ടി ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കാൻ അവൾ തീരുമാനിച്ചു. നീണ്ട 5 മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. മഹാദേവ, എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ യാത്രയുടെ അവസാനം എന്തോ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. അതേസമയം തന്നെ അവളെയും കാത്ത് ആ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 60 വയസ്സോളം പ്രായം വരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയെ കണ്ടതും അയാൾ അവൾക്കരികിലേക്ക് വന്നു. എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? നമ്മളെയൊക്കെ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം? നിനക്കറിയാവുന്നതല്ലേ കാര്യങ്ങൾ? ഇതെല്ലാം കേട്ട പ്രാർത്ഥന തനിക്കാണോ തന്റെ ചുറ്റും നിൽക്കുന്നവർക്കാണോ വട്ടെന്ന് ചിന്തിച്ചു പോയി. പക്ഷേ അവൾ ഒന്നും മിണ്ടാതെ അയാൾ പറയുന്നതെല്ലാം കേട്ടു നിന്നു. സമയം വൈകിട്ട് 3 മണിയായി. അയാൾ പ്രാർത്ഥനയുടെ കൈയും പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അവൾക്ക് കാറിന്റെ പിൻസീറ്റിലെ ഡോർ തുറന്നു കൊടുത്തു. പ്രാർത്ഥന ആ സീറ്റിലേക്ക് ഇരുന്നതും അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി എങ്ങോട്ടോ വണ്ടി പായിച്ചു. പെട്ടെന്ന് അയാൾ അവളോടായി പറഞ്ഞു, ജോലിയും കളഞ്ഞ ഞാനിപ്പോ നിന്റെ അമ്മ പറഞ്ഞതും കേട്ട് ഇങ്ങോട്ട് ഓടി വന്നത്. നിനക്ക് എന്താ മോളെ പറ്റിയത്? നീ ആകെ മാറിപ്പോയിരിക്കുന്നു. പ്രാർത്ഥന അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. നേരെ കാർ പോയത് വൈറ്റിലയിലേക്കായിരുന്നു. അവിടെ ഒരു ഇടവഴിയിലൂടെ കാർ നേരെ ഒരു ഓടിട്ട വീടിന്റെ മുന്നിലേക്ക് നിർത്തിയിട്ട് അയാൾ പ്രാർത്ഥനയോടായി പറഞ്ഞു, മോളെ, ഇനിയെങ്കിലും ഇതുപോലെ ഒന്നും ചെയ്യരുത്. വല്യച്ഛൻ പോകുവാണ്. മോളെ, അമ്മ ഇനി വഴക്കൊന്നും പറയത്തില്ല. അതൊക്കെ വല്യച്ഛൻ നോക്കിക്കോളാം. മോള് വീട്ടിൽ പൊയ്ക്കോ. ഇത്രയും പറഞ്ഞ് അയാൾ കാറും എടുത്ത് അവിടെ നിന്നും പോയി. തന്റെ കൺമുന്നിൽ തന്നെ പരിചയമുള്ളതുപോലെ നടിക്കുന്ന ഇവരെല്ലാം ആരൊക്കെയാണെന്ന് പ്രാർത്ഥന ഒരു നിമിഷം ചിന്തിച്ചു. ഒട്ടും മടിച്ചു നിൽക്കാതെ താൻ നിൽക്കുന്ന ഓടിട്ട വീടിന്റെ മുന്നിലെ വാതിലിലേക്ക് അവൾ നടന്നു. ആ വാതിലിൽ കൊട്ടിക്കൊണ്ട് പ്രാർത്ഥന ചോദിച്ചു, ആരുമില്ലേ ഇവിടെ? പെട്ടെന്ന് ആ വീടിന്റെ വാതിൽ തുറന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. അയാളെ കണ്ടതും പ്രാർത്ഥന ഞെട്ടിത്തെറിച്ചു. വിറയ്ക്കുന്ന ചുണ്ടുകളാൽ അവൾ മന്ത്രിച്ചു, നീ